ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിയലാണ്. പല ഏരിയയിൽ പല തരത്തിലാണ് അവിയൽ ഉണ്ടാക്കുന്നതെങ്കിലും ഒരു സദ്യ ആയാൽ എല്ലായിടത്തും അവിയൽ നിർബന്ധമാണ്. അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നീളത്തിൽ കനം കുറച്ചരിഞ്ഞ ചേന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുറിച്ചു വെച്ച ചേനയായതുകൊണ്ട് ചേന വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചേന ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ചില ചേന പെട്ടെന്ന് വെന്ത് വരും. അത് എല്ലാ കഷ്ണങ്ങൾക്കൊപ്പം വേവിച്ചാൽ മതി. അവിയലിൽ പച്ചക്കറികൾ എടുക്കുമ്പോൾ ചേനയുടെ അളവ് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. 5-6 മിനിറ്റ് വേവിച്ചതിന് ശേഷം അവിയലിലേക്ക് വേണ്ട പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കനം കുറച്ചരിഞ്ഞ പടവലങ്ങ, ബീൻസ്, മുരിങ്ങക്കായ, പച്ചപ്പയർ, നേന്ത്രക്കായ, ക്യാരറ്റ് ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഉപ്പ്, 3 പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് ചട്ടി മൂടി വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കഷ്ണങ്ങൾ വേവിക്കണം. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. 1-2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അവിയൽ ലൂസായിട്ടല്ല നമ്മൾ തയ്യാറാക്കുന്നത്. കഷ്ണങ്ങൾ വെന്തു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മീഡിയം സൈസിലുള്ള ഒരു നാളികേരത്തിൻ്റെ 1/2 മുറി തേങ്ങ ചെരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകും കൂടി ചേർത്ത് വെള്ളം ആവശ്യമെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകരുത്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ച് മിക്സ് ചെയ്യണം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. തൈരിന് പകരം ചില സ്ഥലങ്ങളിൽ വാളംപുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ മാങ്ങ കഷ്ണങ്ങൾ ചേർക്കാറുണ്ട്. തൈര് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 6 ചെറിയുള്ളി ചതച്ചത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യണം. അവിയൽ തയ്യാറാക്കുമ്പോൾ കുമ്പളങ്ങ, വെള്ളരിക്ക ഇതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. കഷ്ണങ്ങൾ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത്. അതുപോലെ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഇളക്കാൻ, അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഒടിഞ്ഞു പോകും. അരപ്പ് ചേർത്ത് 2 മിനിറ്റ് അരപ്പ് വേവിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് 2 തണ്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് മൂടി വയ്ക്കണം. കറിവേപ്പില കയ്യിൽ വെച്ച് തിരുമിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുമ്പോൾ അവിയലിന് നല്ലൊരു മണമാണ്. അവിയൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്